എന്റെ മരുമകൾ എങ്ങോട്ടോ യാത്ര പോവുകയാണല്ലോ. ഓഫീസിലേക്കുള്ള പോക്കല്ലെന്നറിയാം. ഓഫീസിൽ ഞാൻ വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷമേ ഐശ്വര്യ മാഡം വരൂന്ന് സ്റ്റാഫ് പറഞ്ഞു. പിന്നെ എങ്ങോട്ടാ? അതമ്മ എന്റെ കൂട്ടുകാരിയുടെ എൻഗേജ്മെന്റാ, അതിനാ ഞാൻ പോകുന്നത്. അപ്പോ അർജുനും വരണ്ടേ? ഞാൻ അവനെ വിളിച്ച് എത്ര തിരക്കാണേലും വരാൻ പറയാം. വേണ്ടമ്മേ വേണ്ട, രണ്ടാളും കൂടെ പോയാ പിന്നെ കമ്പനി കാര്യങ്ങളൊക്കെ അവിടെ. ഓ അങ്ങനെ. എൻഗേജ്മെന്റിന് പുതിയ ഫോട്ടോ എടുക്കാമല്ലോ. അപ്പോ ഈ ഫോട്ടോയുടെ ആവശ്യമില്ല. അമ്മ എന്തേ കാണിക്കുന്നേ? അമ്മ അമ്മ വേണ്ട. ശിവദാസിനു വേണ്ടി കോടതി കയറുന്നവളും മടങ്ങി വരുമ്പോ ഈ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കത്തിച്ചാമ്പലാവും. ഞാൻ അതാണ്. അങ്ങനെ ചോദിക്ക്, അമ്മ പറഞ്ഞു തരാം. എന്റെ മരുമകള് അതുപോലെ അങ്ങ് ചെയ്താ മതി. അപ്പൊ പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റും കീറില്ല, ആധാർ കാർഡിന്റെ എക്സ്പയറി ഡേറ്റും കഴിയില്ല. അമ്മ ഞാൻ കോടതിയിൽ പോകുന്നില്ല. അയ്യോ അങ്ങനെയല്ല. എന്റെ മരുമകൾ ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തണം. നീ കോടതിയിൽ പോണം. ഓക്കെ അല്ലേ? കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലാ വെക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. ജയിലിൽ നമ്മുടെ ആളുകൾ മാത്രമല്ല ഉള്ളത്, അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന ജീവനക്കാരും ഉണ്ട്. ഭദ്രേട്ടൻ അതും മറക്കണ്ട. അത് ജയിൽ മാത്രമല്ല കുഞ്ഞോളെ, എല്ലാ വകുപ്പിലും ഉണ്ട്. പക്ഷേ രണ്ടും എണ്ണത്തിൽ കുറവാണെന്ന് മാത്രം. കഴിഞ്ഞ തവണ എല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ദുഃഖാചരണം വന്നത്. ഇത്തവണ അതുണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ കബഡി കളി കഴിഞ്ഞിട്ട് മാത്രമേ ജയിലിൽ നിന്ന് അറിയിപ്പ് വരൂ. അതിനുള്ള ഏർപ്പാടൊക്കെ ഈ ഭദ്രൻ ചെയ്തിട്ടുണ്ട്. ശിവദാസൻ എന്ന് ശവദാസനാവും. കബഡി കളിയിൽ ഞാൻ ഏർപ്പാടാക്കിയ സമ്മതിന്ന് ശിവദാസനെ ചവിട്ടി കൂട്ടും. നാവിക്ക് ചവിട്ടുകൊണ്ട് ശിവദാസൻ സ്പോട്ടിൽ തന്നെ ചാവും. അതോടെ കുഞ്ഞോൾക്ക് അല്പം മനസ്സമാധാനത്തിനുള്ള വകുപ്പാവും. മഹേ, എന്താമേ? എന്റെ മകൻ എന്തോ വലിയ ആലോചനയിലായിരുന്നു എന്ന് തോന്നുന്നല്ലോ. അതമ്മേ, ഞാൻ പഴയ വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഓർത്തെടുക്കുകയായിരിക്കും അല്ലേ? നീ എന്തോ പഴയ വക്കീൽ കോട്ടെടുത്ത് അണിഞ്ഞെന്നോ കോടതിയിൽ പോയെന്നോ ബാധിച്ചെന്നോ ഒക്കെ കേട്ടു. അമ്മേ, ഞാൻ പഴയതൊക്കെ ഓർമ്മയുണ്ടോന്ന് നോക്കിയതായിരിക്കും അല്ലേ? എനിക്കത് മനസ്സിലായി. ഇനി അതല്ല, ഒരു കൗതുകത്തിന് അങ്ങനെ ചെയ്തു പോയതാണെങ്കിലും സാരമില്ല. നിനക്ക് LLM പഠിക്കണോ? വക്കീൽ പഠനത്തിന്റെ മാസ്റ്റർ ഡിഗ്രിക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ അഡ്മിഷൻ എടുത്തു തരാം. ഇനി അതല്ല, നമ്മുടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി പോണോന്നുണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞാ മതി.
ഞാൻ അല്ലാതെ നക്കാപ്പിച്ച ഫീസിന് വേണ്ടി ഈ ചൂട് സമയത്ത് കറുത്ത കോട്ടും വലിച്ചു കയറ്റി നീ കോടതി വരാന്തകളിൽ അലയാനൊന്നും നിക്കണ്ട. മനസ്സിലായോ? ഇതൊരു മഹത്തായ പ്രൊഫഷനാ. നീതിയും സത്യം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാ വക്കീലന്മാര്. വേണ്ട, നീ ആ വക്കീൽ പണിക്ക് ഇനി പോകണ്ട. കഞ്ചാവ് വിൽപ്പനക്കാരെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും കള്ളന്മാരെയും കൊലയാളികളെയും ജാമ്യത്തിലെടുക്കാൻ വാദിക്കുന്നതാണോ നീതിയും സത്യവും സംരക്ഷിക്കൽ? രമാദേവിയുടെ മകൻ അത്തരം തരംതാണ കേസുകളുടെ വക്കാലത്തെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ഇനി വക്കീൽ കോട്ടിടുന്നുമില്ല, വക്കാലത്തെടുക്കുന്നുമില്ല. അമ്മേ, ഞാൻ നിയമം പഠിച്ചത് അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനാ. അമ്മ അതിന് തടസ്സം നിൽക്കരുത് പ്ലീസ്. നിന്നെ ഞാൻ LLBക്ക് പഠിപ്പിച്ചത് രമാദേവിയുടെ മകൻ LLB വരെ പഠിച്ചവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാ. പെറ്റിക്കേസും തേടി നാട് നീളെ തെണ്ടാനല്ല. നീ വക്കാലത്തെടുത്തത് ആർക്കു വേണ്ടിയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. കൊട്ടാരത്തിലെ തമ്പുരാട്ടിയെയും തമ്പുരാനെയും ചതിച്ചു കൊന്ന കൊടും ക്രിമിനലിനു വേണ്ടി.